champions! Spain have seized their second star! The kings of Europe have conquered the world! ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിൽ പങ്കുചേർന്ന് കല്ലുവാതുക്കൽ സമുദ്രതീരം വയോജന കേന്ദ്രം. കഴിഞ്ഞ ഒരു മാസക്കാലമായി സമുദ്രതീരത്തിന്റെ PSC ഹാളിലാണ് നാട്ടുകാർക്ക് വേണ്ടി വലിയ സ്ക്രീനിൽ ലോകകപ്പ് ഫുട്ബോൾ കളി പ്രദർശിപ്പിച്ചത്. നമ്മൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ പൂർണ്ണ സ്വാതന്ത്ര്യവും ഈ സജ്ജീകരണം ചെയ്തു തന്നായിരുന്നു. അതേപോലെ തന്നെ ഈ വർഷവും നമുക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇന്ന് ലാസ്റ്റ് ഫൈനൽ ദിവസമാണ്. ഇതുവരെ എല്ലാ സഹകരണങ്ങളും സമുദ്രം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആദ്യം എടുത്ത് പറയണം. കാരണം നമ്മൾ ഈ അടുത്തുള്ള ഒരിടത്തും നമുക്ക് ഒരു സജ്ജീകരണം കിട്ടാറില്ല. ആദ്യമായിട്ടാണ് ഈ 2 പ്രാവശ്യമായിട്ട് 2022-ലും 2026-ലും നമുക്കിത് കിട്ടി. പിന്നെ എൻ്റെ ടീം എന്ന് പറഞ്ഞാൽ ബ്രസീലാണ്. അത് പുറത്തായി, നമുക്ക് ടീമില്ല. പിന്നെ ഇന്ന് വന്നതെന്ന് വെച്ചാൽ അർജന്റീനയ്ക്ക് സപ്പോർട്ട് ചെയ്യാനല്ല, അവരുടെ കളി കാണാൻ വേണ്ടി മാത്രം വന്നതാണ്, അല്ല വേറെ ഒന്നുമില്ല. അതുപോലെ ഇവിടെ ഈ കാണുന്ന ആൾക്കാർ മൊത്തം നമ്മൾ ഇതിൽ ബ്രസീലുണ്ട്, അർജന്റീന ഉണ്ട്, പോർച്ചുഗലുണ്ട്, ജർമ്മനിയുണ്ട്, സ്പെയിനുണ്ട്, ഇംഗ്ലണ്ടുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ നമ്മൾ ഇത് ഒരു ഒത്തൊരുമയോടെ നല്ല സന്തോഷമായിട്ട് നമ്മളിത് കാണുന്നുണ്ട്. അത് സഹകരിച്ച് പോകുന്നുണ്ട്. ഒരു അടിയോ വഴക്കോ ബഹളോ ഒന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അതിൽ നമുക്ക് ഇത് ഒരു സജ്ജീകരണം തന്നതിനകത്ത് നമുക്ക് സമുദ്രയുടെ ചെയർമാനായ റൂവൽ സിംഗിനോടും നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാ വീടുകളിലും ടെലിവിഷൻ ഉണ്ടെങ്കിലും ഓരോ ടീമിന്റെയും ആരാധകർക്ക് ഒരുമിച്ചിരുന്ന് കളി ആസ്വദിക്കുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു നാട്ടുകാർ. 2026 വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരം സ്പെയിനും അർജന്റീനയായിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. പക്ഷേ നമ്മുടെ ഇവിടെ അർജന്റീന ഫാൻസിനെ, അതായത് അർജന്റീന തോൽക്കാനായിട്ട് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നവർ നേരത്തെ പുറത്തായ പോർച്ചുഗലും, അതായത് അവര് അറിയാമല്ലോ ആ പ്രീ ക്വാർട്ടറിൽ പോലും വരാതെ പോർച്ചുഗലും അതുപോലെ തന്നെ ബ്രസീലും അവരുടെ ആരാധകർ എങ്ങനെയും ഈ അർജന്റീനയെ തോൽപ്പിക്കണമെന്നുള്ള ആവേശത്തോടാണ് വന്നിരിക്കുന്നത്. പിന്നെ എല്ലാ വീടുകളിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ TV ഉണ്ട്. എങ്കിൽ പോലും ഇവിടുത്തെ ഒരു കോമ്പറ്റീഷനാണ് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു അവസരം, എല്ലാ വീട്ടിലും TV ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കി തന്നു നമ്മുടെ സമുദ്രയുടെ അതിന്റെ കൺവീനറായിട്ട് അല്ലെങ്കിൽ ചെയർമാനായിട്ടുള്ള റൂവൽ സിംഗിനോട് ആദ്യം തന്നെ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. എല്ലാ വർഷവും ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്ന 1-2 വർഷമായിട്ട് നമുക്ക് 1-2 തവണയായിട്ട് കിട്ടുന്നുണ്ട്. തുടർന്നും നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരണം. ഈ ആവേശം തുടർന്നും അങ്ങോട്ട് എല്ലാ വർഷങ്ങളും ഉണ്ടായിരിക്കും. സമുദ്രതീരം സ്ഥിതി ചെയ്യുന്ന പാറയിൽ പ്രദേശത്തെ കളി ആസ്വാദകരും ഇത്തരമൊരു സംരംഭം ഒരുക്കിയതിലുള്ള നന്ദി അറിയിച്ചു. നമ്മൾ ഈ 2026 ഫുട്ബോൾ വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പിൽ ഇത്ര നല്ല രീതിയിൽ ഒരു വേദി നമുക്ക് ഒരുക്കി തന്ന് ഈ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള കളി കാണാൻ നമുക്ക് സൗകര്യം ഉണ്ടാക്കി തന്ന സമുദ്രയ്ക്കും സമുദ്രയുടെ സംഘാടകർക്കും സമുദ്രയുടെ ഫുൾ മാനേജ്മെന്റിന് നമ്മുടെ ഈ പാറയിൽ നിവാസികളുടെയും പാറയിൽ ഫ്രണ്ട്സിന്റെയും നമ്മുടെ എല്ലാ കൂട്ടായ്മകളുടെയും പേരിൽ നന്ദി നമ്മൾ അറിയിക്കുന്നു. ഇതുപോലെ ഇനിയുള്ള വർഷങ്ങളിലും നമുക്ക് ഈ കളി കാണാൻ സാധിക്കും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ വലിയ വിജയമായി തീർന്നിരിക്കുകയാണ് ഈ ഒരു മത്സരം. നമ്മൾ പാറയിൽ നിവാസികൾ കണ്ടു തുടങ്ങിയ കളി ഇന്ന് പല സ്ഥലത്തു നിന്ന് ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. കളി കാണാൻ വന്നതിൽ സന്തോഷം. വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നു. സമുദ്രയ്ക്ക് ഒരുപാട് നന്ദി നമ്മുടെ പേരിലും പാറ നിവാസികളുടെ പേരിലും ഞാൻ രേഖപ്പെടുന്നു. ലോകകപ്പ് പോലൊരു വലിയ ഫുട്ബോൾ മാമാങ്കത്തിൽ നാടിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് സമുദ്രതീരം മതേതര വയോജന കേന്ദ്രം ചെയർമാൻ റൂവൽ സിംഗ്. സമുദ്രതീരം കൂട്ടുകുടുംബം ഫിഫ വേൾഡ് കപ്പിൽ നമുക്കും ഈ നാട്ടിനോടൊപ്പം ഭാഗമാകാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ നാട് 2 ഉന്നതിയുടെ നടുവിലാണ് സമുദ്രതീരം കൂട്ടുകുടുംബം പ്രവർത്തിക്കുന്നത്. ഈ നാട്ടിൽ ഒട്ടനവധി ചെറുപ്പക്കാർ ഫുട്ബോളിനെയും സ്പോർട്സിനെയും സ്നേഹിക്കുന്ന ചെറുപ്പക്കാരാണുള്ളത്. അവർക്ക് കാണുവാൻ വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെടുകയുണ്ടായി. പ്രൊജക്ടർ വെച്ച് സ്ക്രീനിൽ കാണിക്കണമെന്ന് പറയുകയും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഇവിടെ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പുതിയൊരു കെട്ടിടം പണിയുണ്ടായി. ആ കെട്ടിടം പണിഞ്ഞ അതിനുള്ളിൽ പുതിയ പ്രൊജക്ടറും സ്ക്രീനും വെച്ച് അവർ 1 മാസം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ ഞങ്ങളും അവരോടൊപ്പം സാക്ഷിയാവുകയും ചെയ്തത്. ഈ ഫൈനൽ മത്സരം കാണുവാനും ഒട്ടനവധി ആളുകളാണ് പല മേഖലയിൽ നിന്നും ഇവിടെ എത്തിപ്പെട്ടത്. ആ മത്സരത്തിൽ സമുദ്രതീരം കൂട്ടുകുടുംബവും പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട്. ഏറെ സന്തോഷമാണ്. ഈ മത്സരത്തിൽ നമുക്ക് പങ്കുവഹിക്കുവാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമാണ്. ആരോരുമില്ലാത്ത അച്ഛനമ്മമാരെ പാർപ്പിക്കുന്നതിനോടൊപ്പം ഒരു നാടിന്റെ ഏത് ആവശ്യങ്ങൾക്കും ഒപ്പം ചേർന്ന് നിൽക്കുകയാണ് സമുദ്രതീരം കൂട്ടുകുടുംബം.